ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ മൈൻക്രാഫ്റ്റിൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യാണ്. സോ ഈ ഒരു സീരീസ് ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ചാൽ മെയിൻലി ഫണ്ണിനും പിന്നെ മൈൻക്രാഫ്റ്റിൻ്റേതായിട്ടുള്ള കുറച്ച് അച്ചീവ്മെൻറ്റ്സിനും ആയിട്ടാണ്. സോ ഈ ഒരു വീഡിയോയിൽ നമുക്ക് അത് തുടങ്ങി വയ്ക്കാം. സോ നമ്മളിപ്പോൾ കാണുന്ന ഈ ഒരു വേർഡാണ് എൻ്റെ പുതിയ സീരീസ്. സോ നിങ്ങൾ എന്നോടൊന്ന് ക്ഷമിക്കണം, നിങ്ങളോട് പറയാതെ തന്നെ ഞാൻ ഇതിൽ പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷെ കുഴപ്പമില്ല, ഞാൻ വലുതായിട്ടൊന്നും ചെയ്തിട്ടില്ല. കുറേ ബിൽഡിങ്ങും കാര്യങ്ങളും മാത്രമേ ചെയ്തിട്ടുള്ളൂ. സോ അത് ഞാനിപ്പോൾ നിങ്ങൾക്കൊന്ന് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ഫസ്റ്റ് ഈ ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്തിട്ട് ആ കാട് കഴിഞ്ഞിട്ടുള്ള വില്ലേജിൽ പോയിട്ട് 2 ദിവസം സ്റ്റേ ചെയ്ത് ഗൈസ്. ഞാൻ കാണിച്ചു തരാം. ഈ കാട് കഴിഞ്ഞ് ഈ കാടിൻ്റെ അപ്പുറത്തായിട്ടൊരു വില്ലേജ് കാണാൻ പറ്റും. ആ കാടിൻ്റെ അപ്പുറത്തുള്ള ഈ ഒരു വില്ലേജിൽ ഞാൻ സ്റ്റേ ചെയ്തിട്ടുണ്ട് 2 ദിവസം. ഞാൻ കാണിച്ചു തരാം. അത്യാവശ്യം കുഴപ്പമില്ലാത്ത വില്ലേജാണ്. ഈ ഒരു വില്ലേജിൽ ആ ഒരു വില്ലേജറിൻ്റെ വീട് വാടക എടുത്ത് അവിടെ താമസിച്ചു 2 ദിവസം. പിന്നെ ഞാൻ ഒരു വീട് ഈ ഒരു കാടിൻ്റെ അപ്പുറത്തായി നോക്കിയപ്പോൾ നല്ലൊരു പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലം കണ്ടു. സോ അവിടെ ഡേർട്ടൊക്കെ മാറ്റി കുറേ പൂക്കളും പോച്ചയൊക്കെ വെട്ടി അവിടെ ഒരു വീട് പണിഞ്ഞു. ആ വീട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്ത് കാണിച്ചു തരാം. അത് ഞാൻ നിങ്ങൾക്ക് ഫുള്ളൊന്ന് കാണിച്ചു തരാം. ഈ ഒരു വില്ലേജ്, ഈ കാട് കഴിഞ്ഞിട്ടുള്ള ഈ കാടിൻ്റെ നടുക്കായിട്ടുള്ള ഈ ഒരു വില്ലേജ്. ഈ ഒരു വില്ലേജിലൊരു വീട്ടിൽ എവിടെയോ ഒരു വീട്ടിൽ ഞാൻ താമസിച്ചായിരുന്നു. ഈ ഒരു വില്ലേജിലാണ് ഞാൻ 2 ദിവസം താമസിച്ചത്. പിന്നെ ഇവിടുത്തെ ഇവിടെ ഇരിക്കുന്നൊരു സാധനം ഉണ്ടല്ലോ ഗൈസ്, അത് ഞാൻ മോഷ്ടിച്ച് ജസ്റ്റ് എടുത്തായിരുന്നു. അതാ ഇവിടെ ഇരിക്കുന്നൊരു സാധനം, അത് ഞാൻ മോഷ്ടിച്ച് എനിക്ക് ചെറി ബ്ലോസം നട്ട് വളർത്തണം, നല്ലൊരു വ്യൂ കിട്ടാനായിട്ട്. ഇവിടെ അടുത്തായിട്ട് ഒരു ചെറി ബ്ലോസം ഉണ്ട്. അത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ കുറേ മീലൊക്കെ എടുത്ത് ഞാൻ അതിന് കൊടുത്തായിരുന്നു. ബോൺ മീലില്ലേ, അത് ഞാൻ ഈ വില്ലേജ് ത്രൂ ഒരു ചെറി ബ്ലോസത്തിൻ്റെ സാപ്ലിങ്ങിന് കൊടുത്തായിരുന്നു ബോൺ മീല്. അപ്പോൾ ഞാൻ ആ ചെറി ബ്ലോസം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഈ ഒരു വേർഡിൽ ഷീറ്റ്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ഞാനൊന്ന് വേണമെങ്കിൽ ഹിസ്റ്ററി കാണിച്ചു തരാം. ഈ ഒരു ഗെയിമിന് ഇതുവരെ ക്രിയേറ്റീവ് ഒന്നും ഇട്ടിട്ടില്ല. പിന്നെ ഇതാണ് നമ്മുടെ സീഡ് വരുന്നത് കേട്ടോ, 11896881. പിന്നെ ചീസ് ഞാൻ ഒന്നും ഓണാക്കിയിട്ടില്ല. ഇതാണ്ട് ഇവിടെ ആയിട്ടുള്ള ഈ ഒരു ചീസ് ഞാൻ ഒരിക്കലും ഓണാക്കിയിട്ടില്ല. അതിന് ഞാൻ ഓണാക്കാൻ പോകുന്നുമില്ല. അപ്പം നമ്മുടെ ചെറിയ ബ്ലോസത്തിൽ തന്നെ പോയി ഇതാ അതെ അവിടെ ഇരിക്കാനാണ് എൻ്റെ വീട്. അതിന് മലയിൽ നിന്നൊക്കെ കാണാൻ പറ്റും. അത്യാവശ്യം വലുതൊക്കെയാണ്. നിങ്ങൾക്ക് ഈ വേർഡ് വേണമെങ്കിൽ ഞാൻ ഓരോ വീഡിയോ എടുക്കുമ്പോഴും ആ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സിൽ ആ വീഡിയോയിലുള്ള അപ്ഡേഷൻസും എല്ലാം ഞാൻ ഓരോ ഫയലായിട്ട് തന്നെ തരുന്നതായിരിക്കും. അത് ആ ഒരു വീഡിയോൻ്റെ തന്നെ. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. പിന്നെ അതാ ഇതുവരെ കൂടെ അങ്ങനെ വന്നപ്പോൾ ഒരു ചെറിയ ബ്ലോക്ക് ഇതുവരെ കൂടെ ഒന്നുമില്ല ആണെന്നൊരു ഡൗട്ടുണ്ട് ഗൈസ്. എനിക്ക് ഞാൻ വീട്ടിൻ്റെ ബാക്കിൽ ഇത് ബാക്ക് ഓക്കെ ഗൈസ് നമ്മളെ വരയെത്തിയിട്ടില്ല. ഇതുവരെ കൂടെ ആയിരിക്കും. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ കുറേ തേനീച്ചക്കൂടുകളുണ്ട്. ഒരു കാടിൻ്റെ അവിടെ ഉണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് ആ ഒരു മരത്തിലുണ്ട്.
കുറേ തേനീച്ചക്കൂടുകളുണ്ട് ഇവിടെ. അങ്ങോട്ടോ ഗൈസ്, അത് അങ്ങ് ഒരു സ്നോ മലയിലെ മണ്ടയിൽ. പക്ഷേ ഇവിടെ അല്ലേ? എനിക്ക് വഴി കിട്ടിയെന്നൊരു ഡൗട്ട് ഉണ്ട്. ഞാൻ വീടിൻ്റെ എല്ലാ വശവും ഒന്ന് പോയി നോക്കട്ടെ. അവിടെ കണ്ടോ, അവിടെ ആയിട്ട് ഹണി ബീയുടെ ഇതുണ്ട്, കൂട് ഉണ്ടോ? അതൊരു തേനീച്ചക്കൂടുണ്ട് ഇവിടെ. എന്ന് വെച്ചാൽ എല്ലാവർക്കും തേനീച്ചക്കൂടാ, കുറേ തേനീച്ച. ഇവിടെ ഉണ്ടാണല്ലോ, അത് ഞാൻ കണ്ടോ? ഈ മഞ്ഞ മലയുടെ മണ്ടയിലാണോ? ഇത് ഏതോ ഒരു മഞ്ഞ മലയുടെ മണ്ടയിലാണ്. ഞാൻ ആ വീടിലൊന്നും കൂടെ ഒന്ന് പോയി നോക്കട്ടെ. എനിക്ക് വീടിൽ നിന്ന് അങ്ങോട്ട് പോകാനൊന്ന് നോക്കിയാലേ പറ്റത്തുള്ളൂ. ഞാൻ കാണിച്ചു തരാം. പംകിൻ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ തന്നെയാണ് പംകിൻ. കഴിഞ്ഞിട്ട് അങ്ങുണ്ട്. അതിനിപ്പോൾ പോട്ടെ കഴിച്ച് ഞാൻ ഒന്നും കൂടെ എൻ്റെ ആ വീട്ടിൽ കയറിയിട്ട് ഞാനൊന്ന് കാണിച്ചു തരാം. എൻ്റെ വീട് ദൂരെയാണ് ഗൈസ്, എത്ര പെട്ടെന്ന്. ഞാൻ പിന്നെ ഈ ഒരു വേൾഡ് 7 days ട്രെയിൻ ചെയ്തിട്ടുണ്ട്. റിയൽ ലൈഫിലല്ല കേട്ടോ, ഈ ഒരു വേൾഡിൽ ഇതാണ്. ഇവിടെ ഡേയ്സ് പ്ലേഡിൻ്റെ കോർഡിനേറ്റ്സിൻ്റെ താഴെ ഡേയ്സ് പ്ലേഡ് 7 എഴുതിയിട്ടുണ്ട്. അവസാനം നമ്മുടെ വേൾഡ് നൈറ്റ്. നാളെ രാവിലെ അത് കാണിച്ചിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞ ആ വില്ലേജിൻ്റെ സാധനം. എത്ര ബോൺ മീൽ എടുത്തിട്ടും ഈ ഒരു സാപ്ലിങ് വരുന്നില്ല. ഈ ഒരു സാപ്ലിങ് എന്താ ഇവിടെ കൊണ്ട് വെച്ചതെന്ന് വെച്ചാൽ, ഈ ഒരു ജനലിൽ നിന്ന് അത് വലുതാകുന്നതിൻ്റെ ആ ഒരു വളർന്ന് വലുതായ ഒരു രൂപം കാണുമ്പോൾ നല്ല രസമാണ്. സോ അതിനായിട്ടാ. ഇതുവരെ വളർന്നില്ല. ഞാൻ നോക്കട്ടെ എവിടെയായിരുന്നത്. ഇവിടെ അല്ലായിരിക്കും, ഇവിടെ ഉറപ്പായിട്ടും അല്ല. അതിന് ഇവിടെ ഇതായിരിക്കും ചാൻസ് കിട്ടും. പിന്നെ ഞാൻ നോക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ എല്ലാം നമ്മൾ നേരത്തെ വന്നു. പിന്നെ അങ്ങോട്ടൊന്ന് പോയി നോക്കാം. അവിടെ പംകിൻ ഉണ്ട്. ഈ പംകിൻ ഞാൻ നോക്കി വെച്ചിരുന്നത് എവിടെയോ ഉണ്ട്. ഒരു മഞ്ഞ ഇല കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ സംഭവം കിട്ടിയിട്ട് ചെറി ബ്ലോസം കാണുന്നില്ല. ചെറി ബ്ലോസം മിസ്സിങ് ആണ്. ഞാനാണെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അപ്ലോഡ് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് ചിലപ്പോൾ ഞാൻ ചുമ്മാ ഇങ്ങനെ നടക്കുമ്പോൾ കിട്ടുവാണെങ്കിൽ, എങ്ങനെയെങ്കിലും കിട്ടുവാണെങ്കിൽ ഞാൻ അത് കമൻറ്റ് ബോക്സിൽ അയച്ചു തരാം കേട്ടോ. ഞാനത് കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിടാം ഈ വീഡിയോൻ്റെ. എന്നാലും അത് എവിടെ പോയി ചെറിയ ദിവസം ഞാൻ കണ്ടായിരുന്നത്. ആ കാട് കഴിഞ്ഞിട്ടാണോ? നമുക്ക് ഒന്നും കൂടെ ഒന്ന് പോയി നോക്കാം. ഒന്നും കൂടെ അങ്ങനെ അങ്ങ് വീഴാൻ പാടില്ലല്ലോ. അതങ്ങനെ അപ്രത്യക്ഷമാണെങ്കിൽ അതിന് എന്ത് സൂപ്പർ പവർ. ഓക്കെ, നമ്മൾ അങ്ങോട്ട് എത്താറായോ? ശരിക്കും മഴയല്ലേ? അല്ല, ഇത് കഴിഞ്ഞിട്ട് കാണാം.
ഇവിടെ ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. സത്യമായി ഇവിടെ ഇതൊരു കൂടെ ഇങ്ങനെ നേരെ വന്നിട്ട് വരുമ്പോലെ കാണണ്ടേ ഗൈസ്. ഇത് പരിചയമുള്ളവരുണ്ട് ഈ ഒരു മലയ്ക്ക്. അതിന് പോയിട്ട് കാര്യമില്ല. വീട് നമുക്ക് എൻ്റെ വീട് ഫുള്ളൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഞാൻ അത് എങ്ങനെയും കണ്ടുപിടിക്കാം. കാരണം ചെറിയ ബ്ലോസ് എന്തെങ്കിലും ആവശ്യം വേണ്ട തന്നെയാണല്ലോ. ഞാൻ ജെമിനിയുടെ ചോദിച്ചപ്പോഴാണ് ഈ ഒരു സീഡ് അവർ പറഞ്ഞു അച്ചീവ്മെൻറ്റിന് ബെറ്റർ ആണെന്ന്. അതെന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ഇതുവരെ. എത്തിയിട്ടുണ്ട്. നമുക്ക് വേറൊരു കാര്യം ഇല്ലേ, ഇവിടെ തുടങ്ങുമ്പോൾ ചുമ്മാ ഗൈസ് ഇത് അച്ചീവ്മെൻറ്റ്സിന് ബെറ്റർ ആണെന്ന് പറയുന്നത്. ഇവിടെ ഞാൻ വീഡിയോ ഒക്കെയാണ് പറഞ്ഞിട്ട് തന്നെ ഇവിടെ ഇഷ്ടം പോലെ കോൾ ഉണ്ടായിരുന്നു. ചുമ്മാ അടക്കായിരുന്നു എന്നുവെച്ചാൽ ഈ ഒരു ബ്ലോക്കിൻ്റെ ഞാനിപ്പോൾ അങ്ങനെ ടാർഗറ്റ് വെച്ചിരുന്ന ബ്ലോക്കിന് ഫുള്ള് കോളായിരുന്നു. പിന്നെ ഇവിടെയും കോളായിരുന്നു, ഇവിടെ മൊത്തത്തിൽ കോളായിരുന്നു. അത് ഞാൻ കുഴിച്ച് പോയി എല്ലാ കോളും കളക്ട് ചെയ്തു. അപ്പോൾ ആ ഒരു കോളുകൊണ്ടാണ് ഞാൻ ഇവിടെ ടോർച്ച് ഉണ്ടാക്കിയത്. ഇവിടെ 8 അയണും കിട്ടി തുടങ്ങുന്നവരെ. എൻ്റെ കയ്യിലുള്ള വുഡ് ഞാൻ കാണിക്കുന്നത്. ഇത്രയാണ് എൻ്റെ വുഡ്. 2 ബാച്ച് ഉണ്ട്. ഒരു 7 ഇത് സാൻഡ് ഞാൻ അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പം ഇത് വില്ലേജിൽ നിന്ന് എടുത്ത ബെഡാണ് കേട്ടോ. പാവ ആടുകളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ വില്ലേജിൽ നിന്ന് തട്ടിപ്പറിച്ചെടുത്തോണ്ടാണ്. പിന്നെ ഇത് ക്രാഫ്റ്റിംഗ് ടേബിള്, ഇതെൻ്റെ വേൾഡിൻ്റെ ഫസ്റ്റ് ക്രാഫ്റ്റിംഗ് ടേബിളാണ്. പിന്നെ ഇത് നമ്മുടെ ഫർണേസ് എന്തൊക്കെ വന്നിട്ടുണ്ട്. ഇപ്പം എല്ലാം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ ചെറി ബ്ലോസത്തിന് ഗ്രോ ചെയ്താലോ ഈ ഒരു സീരീസിലേക്ക്. നമ്മുടെ ഫസ്റ്റ് പ്ലാൻ ചെറി ബ്ലോസത്തെ ഗ്രോ ചെയ്തിട്ടുണ്ട്. റെഡിയാണ്. നമുക്ക് ഗ്രോ ചെയ്യിപ്പിക്കാൻ ആ കാട്ടിൽ ഒന്ന് പോകണം. ഇത് ഈ കാട്ടിൽ കുറച്ച് ഇത് സാധനമുണ്ടല്ലോ, ലീഫ് ലിറ്റേഴ്സ്, അത് കുറച്ച് കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് ഇതും കൊണ്ട് ബോൺ മീൽ ഉണ്ടാക്കാം. ബോൺ മീൽ നമുക്ക് 31 ഉണ്ട്. ഇതൊക്കെ മതി. 2 ബോൺ മീൽ എടുക്കാൻ ഈ 31 മതി. ഓക്കെ, നമ്മളത് ഗൈസ് എന്താണത്? എൻ്റെ അമ്മ ഡേ, ഇത് ഇച്ചിരി ഫെയിലായി പോയെന്നുണ്ട്. കുഴപ്പമില്ല, ഇതിങ്ങനെ ലീഫ് താഴെ ഇരുന്നാണ് രസമുണ്ട് കേട്ടോ. പക്ഷെ എന്നാലും അടിപൊളിയിട്ടുണ്ടടാ. കൊള്ളാമല്ലേ?
ദൂരെ നോക്കി പുറത്തൊന്നും നോക്കുന്നു കണ്ടോ? എൻ്റെ വീടിൻ്റെ ബാക്കിലായിട്ട് ആ ഒരു ചെറി ബ്ലോസം അവിടെ നിൽക്കുന്ന കാണാൻ പറ്റും. ഏതാണ്ട് കൊള്ളാം, ഇഷ്ടപ്പെട്ട്. കൊള്ളാം. നമുക്കിനി ഈ സാധനത്തിൻ്റെ ആവശ്യമില്ല. ഈ സാധനം നമുക്ക് ചെസ്റ്റ് വെക്കാൻ കഴിയും. ഓക്കെ, നമ്മൾ ഈ സാധനം ചെസ്റ്റ് വെച്ചിട്ടുണ്ട്. ഇതാ അവിടെ ആയിട്ട് നമ്മുടെ ചെറി ബ്ലോസം ഇരിപ്പുണ്ട്. കൊള്ളാം കേട്ടോ. ഇവിടെ ആയിട്ട് ഞാൻ തന്നെ ഒരു മരം വെച്ചു. അടിപൊളി. അതായത് മൊത്തത്തിൽ ഞാൻ ഇതിൽ 4 മീൽ ഇട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. നിങ്ങൾ ഈ വീഡിയോ കാണിക്കുന്നതിന് മുമ്പ് ഞാൻ 3 മീൽ ഇട്ടെന്ന് തോന്നുന്നു. 3 ബോൺ മീലേ അങ്ങനെ ഇട്ടെന്ന് തോന്നുന്നു കേട്ടോ. നമ്മുടെ അടുത്ത പ്ലാൻ എന്താണ് കഴിച്ച്? നമ്മളൊരു പ്ലാൻ സക്സസ്ഫുൾ ആയിട്ടുണ്ട്. മൈനിങ്ങിന് പോവാം. മൈനിങ് ഇതായിരിക്കുന്നു കോള്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെ മൈനിങ്ങിന് പോകാൻ പറ്റും. കേവ് ഉണ്ട്. കേവ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് ഇത് പൊട്ടിച്ചെടുക്കാം. എൻ്റെ അടിയിലൊന്നും ഇല്ലല്ലോ. ഈ കോളാണ് ഇഷ്ടം പോലെ മൈൻക്രാഫ്റ്റിലുള്ള ഈ ഒരു വേൾഡ് ഇഷ്ടം പോലെ. ഈ കോളില്ലേ ഗൈസ്, ഈ കോളാണ് ഈ വേൾഡിൽ ഫുള്ളും ഉള്ളത്. എവിടെ പോയി നോക്കിയാലും കോളാണ്. തുടങ്ങുമ്പോൾ തന്നെ പിന്നെ നമുക്ക് കോപ്പർ എടുക്കാം ഗൈസ്. കോപ്പർ ഇത് അങ്ങ് കോപ്പർ ഉണ്ട് ഗൈസ്. ഓക്കെ, അമ്മോ താഴെ പോയി. ഓക്കെ ഗൈസ്, നിങ്ങൾ ലൈക്ക് അടിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടെങ്കിൽ ഞാൻ ഉറപ്പായും നിങ്ങൾക്ക് ഈ ഒരു വേൾഡിൽ ഈസിയും പിന്നെ ഹാർഡൊക്കെ ഇട്ട് കളിക്കും പുതിയ വീഡിയോസിൽ. നിങ്ങൾ ഇപ്പോൾ അതിൽ ലെവൽ 1 ആയതുകൊണ്ട് ഞങ്ങൾക്ക് പീസ്ഫുൾ ഇട്ടാണ് കളിക്കുന്നത്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ അതിൻ്റെ ഇമ്പ്രൂവ്മെൻ്റ് അനുസരിച്ചിരിക്കും ഓരോ ഹാർഡ് ലെവലും അതുപോലെ ഈസിയൊക്കെ ആ ഒരു ലെവല്. ഇതാണ്ട് ഇവിടെ ഇഷ്ടംപോലെ കോപ്പേഴ്സ് ഉണ്ട് ഗൈസ്. നമുക്ക് ഈ റോ കോപ്പണൊക്കെ ഇനി മെൽറ്റല്ലേ ചൂടാക്കണമല്ലോ. ഓക്കെ, രാത്രിയാവാറ്. ഇത് എന്തോ ഈ വേൾഡ് തുടങ്ങിയപ്പോലെ രാത്രിയാവും. ഓക്കെ, നമ്മളിനി അങ്ങനെ മണ്ടേ പോകാം ഗൈസ്. ഒരു പിടുത്തമില്ല. ഞാൻ മൈനിങ്ങിന് പോയി അങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് ഇതേ സംഭവം എങ്ങനെ അങ്ങോട്ട് പോവും? ബ്ലോക്ക് കൊണ്ട് പോവാം, അല്ലെ ബ്രിഡ്ജ് പോവാൻ പറ്റും. അത് ആരൊക്കെയോ ചത്ത് കിടക്കുന്നത്. എനിക്ക് പേടിയാണ്. നമുക്ക് ടോർച്ചും കൊണ്ട് നാളെ പോവാം. അപ്പോൾ നമുക്ക് ഇതിൽ കൂടെ ബ്രിഡ്ജ് ചെയ്യാം. നമുക്ക് ബ്രിഡ്ജ് ചെയ്ത് പോവാം. ബ്രിഡ്ജ് അങ്ങനെ അവിടെ എത്തി പോവാം. അങ്ങോട്ട് പോവാം നമുക്ക്. ഓക്കെ, നമുക്ക് ബ്രിഡ്ജിങ് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, എത്തിയിട്ടുണ്ട്. ഇനി അടുത്തത് ഇങ്ങോട്ട് പോവാം.
പക്ഷെ ഇച്ചിരി ഹൈറ്റ് ഒരു ബ്ലോക്ക് കൂടട്ടെ, അല്ലെങ്കിൽ 2 ബ്ലോക്ക് കൂടാം. ഓക്കെ, ഇച്ചിരി ഡേർട്ട് ഇവിടെ നിന്ന് കളക്ട് ചെയ്ത് വാങ്ങാനും തീർന്നു പോയാലോ. നാളെ രാവിലെ എങ്ങനെ അവിടെ എത്തോടെ? ഇന്ന് രാത്രി തന്നെ എത്തത്തില്ല. ഇത്രയെങ്കിലും മതി. ഇത്ര മതി. 44 എണ്ണം എടുത്തു. 2 ബ്ലോക്ക് ഹൈറ്റ് വെക്കണം. ഇനി പോവാ അല്ലേ? ഫസ്റ്റ് ഈ സാധനം പൊട്ടിക്കണം. ഇത് പൊട്ടിച്ച് ഇങ്ങനെ എടുക്കണം. ഞാൻ ബ്രിഡ്ജിങ് അടുപ്പിച്ച് തരട്ടെ ഗൈസ്. ഫസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നോക്കണേ. നിങ്ങൾ ഒരു ബ്ലോക്ക് ഇവിടെ നിന്നിട്ട് ഇവിടെ തൊട്ടടിയിലായിട്ട് ഇങ്ങനെ ഒരു ബ്ലോക്ക് വിട്ടിങ്ങനെ ഇരിക്കണം. ഓക്കെ, ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ ഈ ഒരു ബട്ടൺ കണ്ടോ? ഇപ്പം ഞാൻ ക്ലിക്ക് ചെയ്യുന്ന ഈ ബട്ടൺ തന്നെ ഹോൾഡ് ചെയ്തിട്ട് നമ്മുടെ ജോയ്സ്റ്റിക്ക് ഇല്ലേ, അതൊന്ന് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ പിടിച്ച് വെച്ചാൽ മതി. പക്ഷേ അത് വേറൊരു കാര്യം ശ്രദ്ധിക്കണം, നമ്മൾ ആ ഒരു ബ്ലോക്കിൻ്റെ കോർണർ എടുക്കരുത്. കോർണറിൽ പോവുകയാണെങ്കിൽ നമ്മൾ ഇതുപോലെ താഴെ കിടക്കും. സ്വാഭാവികം. ഞാനത് പണ്ടാണ് കൂടുതലും ചെയ്യുന്ന കേസ്, അതുകൊണ്ട് മറന്നു. കുറേ നാളായി ബ്രിഡ്ജിൽ നിന്ന് ചെയ്തിട്ട്. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ ഇങ്ങനെ ഇരുന്ന് ഇതിങ്ങനെ വെച്ചിട്ട് പയ്യെ ചോദിച്ചിട്ട് മുന്നോട്ടാക്കി കഴിഞ്ഞാൽ അതാക്കണ്ടോ ഇങ്ങനെ വരും നമ്മൾ. ഓക്കെ, ഇനി ഇങ്ങനെ കയറി ഇങ്ങനെ കയറാൻ എളുപ്പമാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്, നമ്മുടെ വീട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ സീരീസിൻ്റെ ബാക്കി വീഡിയോസ് കണ്ടിന്യൂ ചെയ്യാൻ നിങ്ങൾ മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.